ഫിലിം ഗാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. ഇന്ന് തിയേറ്ററുകളിലേക്ക് എത്തി ഏറ്റവും പുതിയ മലയാളം സിനിമയാണല്ലോ വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി. നാദിർ ഷാ സംവിധാനം ചെയ്ത് റാഫി തിരക്കഥ രചിച്ച ഏറ്റവും പുതിയ മലയാളം സിനിമ. അടുത്തൊരു കൊച്ചി കഥയുമായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ കോമഡി ത്രില്ലർ എന്റർടൈനർ വിഭാഗത്തിൽ പെടുന്ന സിനിമയാണ്. ഇപ്പോഴത്തെ സിനിമയുടെ ആദ്യ പ്രതികരണങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. റാഫിയുടെ മകൻ മുബിൻ എം റാഫി ആദ്യമായിട്ട് നായകനായി എത്തിയ, അതോടൊപ്പം തന്നെ അർജുൻ അശോകൻ, ഷൈൻ ടോം ചാക്കോ, ദേവിക സഞ്ജയ് തുടങ്ങിയവരൊക്കെ അഭിനയിച്ച സിനിമയ്ക്ക് വളരെ മോശം നെഗറ്റീവ് അഭിപ്രായങ്ങളാണ് സിനിമയ്ക്ക് ആദ്യ ദിവസം തന്നെ നേരിടുക്കാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. അഭിനേതാക്കളുടെ ഓക്കെ ഡീസന്റ് പ്രകടനം എന്നൊരു അഭിപ്രായം മാത്രമാണ് ഏക പോസിറ്റീവായിട്ട് സിനിമയെക്കുറിച്ച് നമുക്ക് കേൾക്കാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. കോമഡീസ് ഉൾപ്പെടെയുള്ള പല രംഗങ്ങളും സിനിമയിൽ ഔട്ട്ഡേറ്റ് ആയിട്ട് മാറിയിരിക്കുന്നു. 90s കാലഘട്ടത്തിൽ വരേണ്ട രംഗങ്ങളെല്ലാം തന്നെയായിട്ട് അവ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് സിനിമയെക്കുറിച്ചുള്ള ആദ്യ കുറച്ച് പ്രതികരണങ്ങൾ വരുമ്പോൾ തന്നെ വ്യക്തമാകുന്നത്. അപ്പോൾ തുടർച്ചയായിട്ട് 2 OTT സിനിമകൾ ഒരുക്കിയ നാദിർ ഷയ്ക്ക് ഇനിയും തിയേറ്ററുകളിൽ തിരിച്ചു വരാനായിട്ട് സമയമെടുക്കുമെന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. മുൻ സിനിമകൾ വെച്ച് നോക്കുകയാണെങ്കിൽ നാദിർഷയുടെ ഏറ്റവും നെഗറ്റീവ് ലഭ്യമായ സിനിമ മേരാ നാം ഷാജി ആണെങ്കിൽ അതിനേക്കാൾ താഴെയായിരിക്കും വൺസ് അപ്പോൺ എ ടൈം കൊച്ചി എന്നാണ് നാം മനസ്സിലാക്കുന്നത്. എന്തായാലും സിനിമയുടെ ബോക്സ് ഓഫീസ് പ്രകടന റിപ്പോർട്ടുകൾ കേട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ. സിനിമയെക്കുറിച്ചുള്ള കൂടുതൽ വാർത്തകൾ കേട്ടും കാത്തിരിക്കൂ.